ഹലോ, ഇന്ന് നമുക്ക് ഈ ഷർട്ടിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേബിളിൽ വെച്ച് പെയിൻറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷേ ടേബിളിൽ വെച്ച് പറ്റുന്നില്ല. അങ്ങനെ അത് ബെഡിലോട്ട് മാറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് പിക്ചർ, ഒരു ബട്ടർഫ്ലൈ പെയിൻറ്റ്. ഞാൻ ഷർട്ടിൻ്റെ അകത്തൂടെ ഒരു ക്യാൻവാസ് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പം ഫേബർ കാസ്റ്റലിൻ്റെ ഫാബ്രിക് പെയിൻറ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാർക്കോൾ പെൻസിൽ വെച്ചാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഡ്രസ്സിൽ വരയ്ക്കുന്ന ചോക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആകെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്കും പിന്നെ ഒരു റോസ് ഷെയ്ഡും കൂടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ക്യാൻവാസിൽ വരയ്ക്കുന്ന കണക്കല്ല, ഡ്രസ്സിൽ പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാനൊരു 4-5 കോട്ട്സ് ഓഫ് പെയിൻറ്റ് എന്തായാലും കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്കൊരു ഫിനിഷ് ലുക്ക് കിട്ടത്തുള്ളൂ. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ, സെക്കൻഡ് ഡേ നൈറ്റ്. അപ്പോഴും ഞാൻ ഒരു 2 കോട്ടും കൂടെ എക്സ്ട്രാ കൊടുത്ത്, എന്നാലേ ഒരു ഫിനിഷ് ലുക്ക് കിട്ടുന്നുള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡ്രസ്സിൽ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്രസ്സിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫായിട്ടുള്ളത് ഡ്രസ്സിൽ പെയിൻറ്റ് ചെയ്യാനായിരിക്കാം. അപ്പോൾ വേറെ മീഡിയം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ട്രൈ ചെയ്തപ്പം എനിക്ക് അത്യാവശ്യം നല്ല പാടായിട്ടാണ് തോന്നിയത്. നമ്മുടെ പെയിൻറ്റിങ് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് എനിക്കിഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇട്ട് കാണിച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട.